സർ, അതിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് പരിശോധിക്കുന്ന സമയത്ത് 25,300 എന്നുള്ള ഒരു ലെവൽ ടെസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് നമ്മൾ കാര്യമായിട്ടുള്ള ഒരു വോളറ്റിലിറ്റിയാണ് കണ്ടത്. ഇന്നിപ്പോൾ 25,200 എന്നുള്ള ഒരു ലെവൽ റെസ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് മാർക്കറ്റിന്റെ ഇനി മുന്നോട്ടുള്ള ഒരു പെർഫോമൻസിനെ വിലയിരുത്തുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു 25,450 എന്ന് പറയുന്നത് ഒരു റെസിഡൻസ് സോണാണ്. അതിലേക്ക് അടുത്തേക്ക് വരുമ്പോൾ ചെറിയൊരു റെസിഡൻസ് അവിടെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. 300 എബോ അത് ക്ലോസ് ചെയ്യാനായി. ബട്ട് നമ്മളത് പോസിറ്റീവായിട്ട് തന്നെ വ്യൂ ചെയ്താൽ മതി. ചെറിയ ചെറിയ ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം അത് തിരിച്ച് വീണ്ടും റീഗെയിൻ ചെയ്യുന്നു. നമുക്കൊരു നെഗറ്റീവ് ഡേയ്സ് ക്ലോസിങ് അങ്ങനെയുള്ള വലിയ നെഗറ്റീവുകളൊന്നും ഉണ്ടാവുന്നില്ല. ബട്ട് ഈ ഒരു റെസിഡൻസ് ഫേസ് ചെയ്യാൻ ആവശ്യമായ ഊർജ്ജം ഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പുൾ ബാക്ക് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. അടുത്ത ദിവസങ്ങളിലെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ഡേയ്സ് ആണ് അടുത്ത് വരാൻ പോകുന്നത്. ദീപാവലിയോട് അനുബന്ധിച്ചിട്ട് ഉള്ള വളരെ പോസിറ്റീവ്, വളരെ അധികം എനർജിയൊക്കെ നിറഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയ്സ് ഒക്കെയാണ് വരാൻ പോകുന്നത്. ആ ദിവസങ്ങളിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു പുതിയ ഹൈയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 25,450 ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ബാങ്ക് നിഫ്റ്റി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ദിവസവും അത് എഞ്ച് ചെയ്ത് മുകളിലോട്ട് വരുന്നുണ്ട്. ചെറിയ ചെറിയ മൂവ്മെന്റ്സുകളാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഇത് അടുത്തൊരു 2-3 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് ഒരു മുകളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇമീഡിയറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ലെവൽ 25,000 നല്ല സപ്പോർട്ടുണ്ട്. 25,150 ആണ് ഇപ്പോഴേ ഇമീഡിയറ്റ് നമുക്ക് ഡേ സപ്പോർട്ടായിട്ട് പറയാനായിട്ട് കഴിയുന്നത്. അഗെയിൻ നമ്മൾ ബാങ്ക് ഇൻഡെക്സ് നോക്കുന്ന സമയത്തും ഇന്ന് നിഫ്റ്റിക്ക് സമാനമായിട്ടുള്ള ഒരു മൂവ്മെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. 56,700 എന്നുള്ള ഒരു ഹൈ ഇതുവരെ തന്നെ ടച്ച് ചെയ്തിട്ടുമുണ്ട്. നിഫ്റ്റിയുടെ അതേ ഒരു വ്യൂ തന്നെയാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും സാറിനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ബാങ്ക് നിഫ്റ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ 57,000 എബോവ് പോകാനുള്ള സാധ്യതയാണ് ഇമീഡിയറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയ ചെറിയ മൂവ്മെന്റ്സുകളാണ് ഇപ്പൊ കാണുന്നത്. അതൊരു വലിയ മൂവ്മെന്റ്സ് ആവാനുള്ള സാധ്യത, മൂവ്മെന്റ് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ള നിലവില്. വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല നിലയിൽ നിന്നുള്ള റെക്കമെൻഡേഷൻസും ബാങ്കിങ് സെക്ടറിലേക്കുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് മീഡിയാസിലും അതെല്ലാം തന്നെ. ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം ഫേവറബിൾ ആണ്. ബട്ട് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ടിന്റെ വക്കിലാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ആ ബ്രേക്ക് ഔട്ട് വന്ന് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വോളിയത്തിൽ ഇപ്പോൾ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ വോളിയം വീണ്ടും ഗെയിൻ ചെയ്യും. അത് തിരിച്ച് മൊമെന്റം ഗെയിൻ ചെയ്യും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സെഗ്മെന്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയൽറ്റി മേഖലയാണ് ഇന്നത്തെ തുടക്ക മിനിറ്റിൽ തന്നെ ഇപ്പോൾ 2.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നത്. റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസിക്യൂട്ടീവ് സെഷനുകളിൽ കാര്യമായിട്ടുള്ള ഒരു നേട്ടം റിയൽറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു മുന്നേറ്റത്തിന്റെ സാധ്യത കാണുന്നുണ്ടോ? എങ്ങനെയാണ് വിലയിരുത്തുന്നത്? റിയൽറ്റി ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അത് താഴോട്ട് വന്നു. അതിനുശേഷം ഒരു 2-3 ട്രേഡിംഗ് സെക്ഷനിലേക്ക് അത് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോ ഈ ഒരു വലിയ മൂവ്മെന്റ്സ് വന്നു. അതിനുശേഷം ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നു, വീണ്ടും തിരിച്ചു കയറുന്നു. ടെക്നിക്കലി ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. ഇമീഡിയറ്റ്ലി അത് പോകാൻ സാധ്യത 1000 എന്നുള്ള നിലയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ബട്ട് ഇതിന്റെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പനികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സെക്ടറിലെ കുറച്ച് കമ്പനികളാണ് ഓരോ ദിവസവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ബട്ട് അതൊരു പോസിറ്റീവ് മൊമെന്റം, അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇക്കോണമിയിൽ നിലനിൽക്കുന്ന ഒരു പോസിറ്റീവ് മൊമെന്റം കൊണ്ട് തന്നെയാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. അതിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വലിയൊരു പോസിറ്റീവ് മൊമെന്റം വരാനുള്ള സാധ്യത ഉണ്ട്. ഇന്നത്തെ സ്ഥിതിയിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്. ഇമീഡിയറ്റ്ലി നമുക്കൊരു റെസിസ്റ്റൻസ് പറയാനായിട്ട് 1000 ലെവലിലേക്ക് അത് റീഗെയിൻ ചെയ്യും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്ന ടെക് മഹീന്ദ്രയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ 1% കൂടുതൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ഒരു പ്രോഫിറ്റ് ടേക്കിംഗിലാണ് കമ്പനി ഉള്ളത്. മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു റവന്യൂ ഗ്രോത്ത് ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും കോഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഔട്ട്ലുക്ക് തന്നെയാണ് ഇന്ന് ഇൻവെസ്റ്റേഴ്സ് സെന്റിമെന്റിനെ അല്പം ബാധിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും കമ്പനിയുടെ ഒരു ചാർട്ട്, സ്റ്റോക്കിന്റെ ഒരു ചാർട്ട് പരിശോധിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ ഡിസംബറിലാണ് 1,807 രൂപ എന്നുള്ളൊരു ഹൈ ടെക് മഹീന്ദ്ര ടച്ച് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏപ്രിൽ 7-ാം തീയതിയാണ് 1,209 രൂപ എന്നുള്ള ഒരു 52 വീക്ക് ലോ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്.
ആ ഒരു ഡിസംബറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹൈയിലേക്ക് തിരിച്ചു പോകാൻ ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ള ചാൻസസ് ഇപ്പോൾ കാണുന്നുണ്ടോ ചാർട്ടിൽ? തീർച്ചയായിട്ടും എനിക്ക് അതിലൊരു പോസിറ്റീവ് വ്യൂ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ജൂണിൽ 1700 അടുത്ത് വരെ അത് വന്നായിരുന്നു, ജൂൺ ജൂലൈ ആ സമയത്ത്. അപ്പൊ ഇവിടെ നോക്കുന്നത് അതിന് ആ സ്റ്റോക്സിന് ഈ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ തിരിച്ചൊരു മൊമെന്റം ഗെയിൻ ചെയ്യാനോ അതിന് മുകളിലോട്ട് നമ്മൾ പറഞ്ഞ 1800 ലെവലിലേക്കൊക്കെ വരാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. ബട്ട് ഇപ്പോൾ ഇൻവെസ്റ്റർ സെന്റിമെന്റ് ഇത് റിസൾട്ട് വന്നതിന്റെ ആയിരിക്കാം ഒരു ചെറിയ ഡൗൺ ട്രെൻഡ് വന്നു. അതിന് മുമ്പ് തന്നെ ഈ ജൂലൈയില് അത് വളരെയധികം തിരിച്ച് റിക്കവർ ചെയ്തു. കാരണം ഏപ്രിലിൽ വന്ന 1200 അടുത്ത് വന്നതിൽ നിന്ന് 1700 അത് വീണ്ടും റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു സ്ട്രെങ്ത് ഉണ്ട്, ഒരു സ്വതന്ത്രമായ ഒരു വ്യൂ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്സിന് നടത്താനുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് നടത്താനുള്ള സ്ട്രെങ്ത് ഈ മൂവ്മെന്റ്സിനൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ അടുത്തൊരു മൊമെന്റമാണ് ഇപ്പൊ റീഗെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് വന്നിട്ടുള്ള ചെറിയ സെന്റിമെന്റ്സ് അത് നമ്മൾ വളരെ കാര്യമാക്കി എടുക്കുന്നില്ല. ബട്ട് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോഴതിനൊരു പോസിറ്റീവ് സപ്പോർട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. ഈ ഒരു സപ്പോർട്ട് സോൺ നേരത്തെ വന്ന ഒരു മൊമെന്റിന്റെ ഒരു പുൾ ബാക്ക് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതൊരു സപ്പോർട്ട് സോൺ ആയിട്ട് കണ്ടാൽ മതി. തീർച്ചയായിട്ടും 1800 ലെവലിലേക്ക് റീഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ടൈം അതിന് വേണമെന്നാണ് തോന്നുന്നത്. കാരണം പതുക്കെ ആയിരിക്കും ഇനി അടുത്തൊരു മൊമെന്റ് അത് ഗെയിൻ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് റിക്കവറി ചെയ്യുന്നത് ഒരു വാച്ച് ചെയ്യാനായിട്ട് പറ്റും. അനീഷ് സാർ, ഇന്നിപ്പോൾ അവസാനമായിട്ട് ചോദിക്കാനുള്ളത് ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഇന്നൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റോക്ക് 2145 രൂപ എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഒരു ഹൈ ടച്ച് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ബുള്ളിഷ് മൊമെന്റം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസസ് ആണോ ഉള്ളത്? തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന ആ ഒരു നിലയിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ വന്നിരിക്കുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റമാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ തന്നെ കണ്ടിരുന്നു. അതിനുശേഷമാണത് തിരിച്ചു വരാനുള്ള, അതായത് മൊമെന്റം ഗെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് പുതിയൊരു അല്ലെങ്കിൽ അത് അടുത്ത കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഹൈയുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലയിൽ തന്നെ ഉണ്ട്. 2200 അടുത്തൊക്കെ പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലയിലുണ്ട്.